ഹലോ, അസ്സാം വലൈക്കും. നമുക്ക് മത്തി വെച്ചിട്ടൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും ഇതുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയോ ഉപ്പേരിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ഒരൊറ്റ മീൻകറി മതി ചോറിന് സ്വാദ് കൂട്ടാൻ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ? ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു 1/2 കിലോ മത്തിയാണ്. നിങ്ങൾക്ക് മത്തി ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടാൽ നമുക്ക് മത്തി പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ ചെളുക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഉപ്പിട്ടിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ മത്തിയുടെ മണമൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി നമുക്കിതൊക്കെ ആവശ്യമുള്ളത് ഒരു 6 ചെറുള്ളിയാണ്. ഇതിൽ കാണിക്കുന്ന പോലെ ഇതിങ്ങനെ ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം. അതാണ് ഈ കറിയുടെ മെയിനായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. വലിയ ഉള്ളിനേക്കാൾ ഈ ചെറിയ ഉള്ളി എടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു മണ്ണിൻ്റെ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചെറിയുള്ളി ഇട്ടിട്ട് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് നല്ല വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 2-3 തക്കാളി നല്ല സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ എണ്ണം കൂടിയാലും പ്രശ്നമല്ല, കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. തക്കാളി കൂടുന്തോറും കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നിങ്ങൾ അധികം എടുക്കുന്നുണ്ടെങ്കിൽ പുളി കുറച്ച് ചേർത്താൽ മതി. തക്കാളി നല്ലതുപോലെ വെന്ത് വരുമ്പോൾ നമുക്കൊരു 10-12 വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയും കൂടി ചതച്ച് ചേർക്കാം. ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ കറി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടി നോക്കാം. ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇടാം. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു മൂപ്പായി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ടേസ്റ്റും കിട്ടും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. എക്സ്പെഷ്യലി ആ ഓയിലാണ് നമ്മളത് നല്ലതുപോലെ മിക്സ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു നെല്ലിക്കട വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. അത് പിഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ നീര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടിയും ഈ ഒരു സ്റ്റെപ്പിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവി നല്ലതുപോലെ തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കയ്യിലോ സ്പൂണോ ഒന്നും യൂസ് ചെയ്യാണ്ട് ഇതേപോലെ ഒന്ന് ചിറ്റിച്ചെടുക്കാം. ഇങ്ങനെ ചിറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് മീൻ പൊടിയാതെ കിട്ടും. മറിച്ച് നമ്മൾ സ്പൂണും കയ്യിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മീൻ പൊടിഞ്ഞു പോകും. ഇട്ടതിന് ശേഷം നല്ലതുപോലെ കറി കുറുകി വരുമ്പോൾ നമുക്ക് നല്ല സ്മെല്ല് കിട്ടാനും ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്റ്റൗ ഓഫാക്കിയ ശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല കുറുക്കത്തിലുള്ള കറി കിട്ടും. അത് മാത്രം മതി നമുക്ക് ഒരു പാത്രം ചോറ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു 1/2 കിലോ മത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കറി ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതേപോലെ ചപ്പാത്തി, അപ്പം ഇതിക്കൊക്കെ നിങ്ങൾക്ക് ഇത് എടുക്കുകയും ചെയ്യാം. ഈ ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ ആ ദിവസം നമുക്കത് 3 നേരം ഏത് ഇതിൻ്റെ കൂടെയും നമുക്കത് കഴിക്കാവുന്നതാണ്.